വയനാട് ധനസഹായത്തിനായി കേന്ദ്രത്തിന് സമർപ്പിച്ച നിവേദനത്തിലെ എസ്റ്റിമേറ്റിനെ ചെലവാക്കിയ തുക എന്ന് ചിത്രീകരിച്ച് ഒരു സംഘം ആളുകൾ നടത്തിയ പ്രചാരണത്തെ അല്ലെങ്കിൽ മാധ്യമങ്ങൾ നടത്തിയ പ്രചരണത്തെ ഏറ്റുപിടിച്ച് പിന്തുണ നൽകിയ പ്രതിപക്ഷത്തിന് ഇപ്പോൾ തിരിച്ചടിയേറ്റിരിക്കുകയാണ്. അർഹമായ സഹായം തടയാൻ കേന്ദ്ര സർക്കാർ കള്ളപ്രചാരണം ആയുധമാക്കുമെന്നാണ് ഇടതുപക്ഷവും ഇടതനുകൂലികളും കരുതുന്നത്. പുറ്റിങ്ങൽ ദുരന്തത്തിൽ അടക്കം UDF സർക്കാർ സമർപ്പിച്ച നിവേദനങ്ങളിലും സമാന മാനദണ്ഡമാണ് പാലിച്ചത്. 117 കോടി രൂപയുടെ പ്രതീക്ഷിത ചെലവിൽ ഒരു വീട്ടിലേക്കുള്ള വസ്ത്രത്തിന് മാത്രം 50,000 രൂപ വേണ്ടിവരും എന്നതുൾപ്പെടെയുള്ള കണക്കുകളുണ്ട്. മാധ്യമങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും ഈ പ്രചരണത്തിൽ നിന്നൊക്കെ പിന്മാറിയെങ്കിലും പ്രതിപക്ഷം ന്യായീകരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. മാധ്യമങ്ങൾ തെറ്റായി ഒന്നും ചെയ്തിട്ടില്ല എന്നും ഹൈക്കോടതി വിധി പകർപ്പിനൊപ്പമുള്ള മെമ്മോറാൻഡമാണ് പുറത്തുവിട്ടതെന്നുമാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. പ്രതീക്ഷിത ചിലവിനെ കള്ളക്കണക്കായി വ്യാഖ്യാനിക്കുന്ന പ്രതിപക്ഷ നേതാവ് പുറ്റിങ്ങൽ അടക്കം ഇതിനകം പുറത്തുവന്ന 2012 മുതലുള്ള നിവേദനങ്ങളിലെ കണക്ക് കണ്ടില്ലെന്ന് നടിക്കുകയാണിപ്പോൾ. ജനരോഷം ഭയന്നാണ് വയനാടിന്റെ കാര്യത്തിൽ പ്രതിപക്ഷം സർക്കാരിനൊപ്പമാണെന്ന് പറയുന്നതെന്നാണ് വിലയിരുത്തുന്നത്. മാത്രമല്ല, അവസരം കിട്ടുമ്പോഴൊക്കെ സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കുകയാണ് പ്രതിപക്ഷമെന്നും ഇടതുപക്ഷം വിമർശിക്കുന്നുണ്ട്. CPM വൃത്തങ്ങൾ പറയുന്നത് സർക്കാർ ഇടപെടലും രക്ഷാപ്രവർത്തനവും പുനരധിവാസവുമാണ് പ്രതിപക്ഷത്തെയും ഒരു വിഭാഗം മാധ്യമങ്ങളെയും ആശങ്കപ്പെടുത്തുന്നതെന്നാണ്. പുനരധിവാസ പദ്ധതി സർക്കാർ തയ്യാറാക്കി കഴിഞ്ഞെന്നും നിശ്ചിത സമയത്തിൽ പൂർത്തിയാക്കാനാണ് ശ്രമമെന്നും ഇടത് സർക്കാർ പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ കേന്ദ്ര സഹായം അതിന് നിർണായകമായൊരു ഘടകമാണ്. ഈ ഘട്ടത്തിൽ സഹായം തടയുന്നതിനായി ഒരു കൂട്ടം മാധ്യമങ്ങൾ നടത്തിയ ശ്രമങ്ങൾക്ക് പ്രതിപക്ഷവും കൂട്ടുനിൽക്കുന്നു എന്ന വിമർശനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉന്നയിക്കുന്നത്. അതേസമയം ഇത്തരം വാർത്തകളെ ന്യായീകരിക്കുന്നതിനായി പ്രതിപക്ഷ നേതാവ് VD സതീശനും ശ്രമിക്കുന്നതായി ആരോപിക്കുന്നുണ്ട്. വയനാട് മുണ്ടക്കൈ ദുരിതബാധിതർക്ക് കേന്ദ്ര സഹായം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകളെ ന്യായീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശ്രമിക്കുന്നു എന്നാണ് വിമർശനം. അത്തരം ശ്രമങ്ങളുടെ ഭാഗമായി VD സതീശൻ ഉമ്മൻചാണ്ടിയെ വരെ തള്ളി പറഞ്ഞു എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത്. 2016 കൊല്ലം പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകട ശേഷം അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ തയ്യാറാക്കിയ നിവേദനത്തെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടിയിലായിരുന്നു പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി സർക്കാരിനെ തള്ളിപ്പറഞ്ഞത്. ചോദ്യത്തിന് മറുപടിയായി ചില പുഴുക്കുത്തുകളുണ്ട്, അത് മനസ്സിലാക്കണം എന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. പുറ്റിങ്ങൽ ദുരന്തത്തിന്റെ 16ാം ദിവസമാണ് കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകിയത്. പ്രധാനമന്ത്രി വന്ന് സന്ദർശിച്ചുവെങ്കിലും കേന്ദ്ര സഹായം ലഭിച്ചിരുന്നില്ല. അതും പെരുപ്പിച്ച കണക്കാണോ എന്ന ചോദ്യത്തിനാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇങ്ങനെയൊരു മറുപടി നൽകിയത്. വയനാട് ദുരന്തത്തിന്റെ 10ാം ദിവസം അടിയന്തര സഹായത്തിനായി തയ്യാറാക്കിയ നിവേദന കണക്കിനെ സർക്കാരിന്റെ ചിലവ് എന്നാണ് വിശേഷിപ്പിച്ചതും വാർത്തകൾ നൽകിയതും. സർക്കാരിന്റെ വിശദീകരണം പുറത്തു വന്നതോടെ ഈ വാർത്തയെ നിവേദനം എന്ന് മാറ്റി വ്യാഖ്യാനിച്ചുവെങ്കിലും പെരുപ്പിച്ച കണക്ക് അല്ലെങ്കിൽ അമിത കണക്ക് എന്ന പ്രചാരണം തുടരുകയാണ് ഉണ്ടായത്. അതും കെട്ടടങ്ങിയെങ്കിലും പ്രതിപക്ഷ നേതാക്കൾ വാർത്ത ഏറ്റെടുത്ത് വിമർശനം ഉന്നയിച്ചിരുന്നു. SDRF മാനദണ്ഡം അനുസരിച്ച് അല്ല നിവേദനം തയ്യാറാക്കിയത് എന്നാണ് പ്രതിപക്ഷ നേതാവ് വാദിക്കുന്നത്. SDRF മാനദണ്ഡം അനുസരിച്ചുള്ളതും പ്രതീക്ഷിക്കുന്ന യഥാർത്ഥ ചിലവും നിവേദനത്തിൽ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അതേസമയം UDF സർക്കാരിന്റെ കാലത്ത് തയ്യാറാക്കിയ നിവേദനങ്ങളുടെ അതേ മാനദണ്ഡമാണ് വയനാട് ദുരന്തത്തിനും സ്വീകരിച്ചത് എന്നിരിക്കെ വ്യാജ വാർത്തയിൽ സർക്കാരിനെ വിമർശിക്കുന്നതിൽ UDFും പങ്കുചേരുന്നുണ്ട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകട ശേഷം നൽകിയ നിവേദനത്തിലും കാണാം പെരുപ്പിച്ച എസ്റ്റിമേറ്റ്. 2016 ഏപ്രിൽ 10-നായിരുന്നു കൊല്ലം പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലെ വെടിക്കെട്ടിനിടെയുണ്ടായ അപകടം. ഏപ്രിൽ 20-ന് സംസ്ഥാന ദുരിതാശ്വാസ കമ്മീഷണർ തയ്യാറാക്കിയ നിവേദനം കേന്ദ്ര സർക്കാരിന് കൈമാറിയിരുന്നു. പ്രതീക്ഷിത ചിലവും സഹായവുമാണ് 30 പേജുള്ള നിവേദനത്തിലുള്ളത്. മാനദണ്ഡ പ്രകാരം വിവിധ ഇനങ്ങളിലായി 48, 15, 10, 400 അതായത് 48.15 കോടി രൂപയാണ് അർഹത. എന്നാൽ യഥാർത്ഥ പ്രതീക്ഷിത ചെലവ് എന്ന് പറയുന്നത് 117,34,66,000 അതായത് 117.35 കോടി രൂപയാണെന്നും നിവേദനത്തിൽ പറയുന്നുണ്ട്. ഇത് വ്യക്തമായി തന്നെ നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് കാണാൻ സാധിക്കും.
അതേസമയം കാർഷിക മേഖലയിൽ SDRF പ്രകാരമുള്ള നഷ്ടം 56.88 ലക്ഷം രൂപയാണ്. യഥാർത്ഥ നഷ്ടമായി ചൂണ്ടിക്കാണിച്ചത് 1.58 കോടിയും. വയനാട്ടിൽ ക്യാമ്പുകളിലുള്ളവർക്ക് വസ്ത്രം വാങ്ങാൻ കോടികൾ ചെലവിട്ടു എന്നാണ് മാധ്യമങ്ങളുടെ വാർത്ത. പുറ്റിങ്ങലിൽ ഇതിനുള്ള പ്രതീക്ഷിത ചിലവായി പറയുന്നത് 1993 വീടുകൾക്ക് 9,96,50,000 അതായത് 9.96 കോടി രൂപയാണ്. മാനദണ്ഡ പ്രകാരം ഇത് 39.86 ലക്ഷമാണ്. 24 മണിക്കൂർ തിരച്ചിലിന് 5 കോടിയായിരുന്നു എസ്റ്റിമേറ്റ് കാണിച്ചിരുന്നത്. കുടിവെള്ള വിതരണത്തിന് വേണ്ടിവരുന്ന ചിലവ് 1.35 കോടിയുമാണ്. ഒരു ടാങ്കർ കുടിവെള്ളം എത്തിക്കാൻ 15,000 രൂപയാണ് കണക്കാക്കിയത്. 2013 കാലവർഷക്കെടുതിയിലെ പ്രാഥമിക നിവേദനത്തിലുമുണ്ട് പെരുപ്പിച്ച കണക്ക്. അന്നും UDF ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. ക്യാമ്പുകൾക്കായുള്ള ചെലവ് കണക്കാക്കുന്നത് 26.39 കോടിയാണ്. വീടുകളിലെ ചെളി നീക്കാനായി 101.61 കോടിയും കണക്കാക്കിയിരുന്നു. 93 മൃതദേഹം സംസ്കരിക്കാൻ 9.30 ലക്ഷം വേണ്ടിവരുമെന്നായിരുന്നു 11 വർഷം മുൻപുള്ള കണക്ക്. ഇത്രയുമൊക്കെയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്ന കാലത്തെ പെരുപ്പിച്ച കണക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ വ്യക്തമാക്കാനുള്ളത്. ഇനി എന്തു തന്നെയാണെങ്കിലും ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയ ഈ പ്രതികരണം ഇപ്പോൾ ചർച്ചയാവുകയാണ്. കാരണം ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന കാലത്തെ UDF സർക്കാരിനെ കുറിച്ച് UDFന്റെ തന്നെ പ്രതിപക്ഷ നേതാവ് ഇപ്രകാരം ഒരു മറുപടി നൽകുമ്പോൾ തീർച്ചയായും അത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നതാണ്.